നമസ്കാരം. ഇന്ത്യയുടെ അതിരുകൾ കടന്നു വരുന്ന ഓരോ ഭീഷണിയുടെയും പിന്നിൽ പതിഞ്ഞു നിൽക്കുന്നത് ഒരേ പേര്, അതാണ് പാകിസ്ഥാൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ അയൽരാജ്യമായ ഈ രാഷ്ട്രം നിരന്തരം നടത്തുന്ന അതിക്രമങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നമ്മുടെ ദേശത്തിന്റെ സമാധാനത്തിന് എപ്പോഴും വെല്ലുവിളിയായിട്ടുണ്ട്. കാശ്മീരിൽ നിന്നും കാർഗിൽ വരെയൊക്കെ പാകിസ്ഥാന്റെ കൈകളിൽ നിന്നും ഒഴുകിയ രക്തം ഇന്ത്യയുടെ മണ്ണിൽ വീണതിന്റെ കഥകൾ നമ്മൾ മറന്നിട്ടില്ല. എന്നാൽ ഇന്ന് ആ കാലഘട്ടം പിന്നിട്ട് പുതിയ ഇന്ത്യയാണ് ലോകം കാണുന്നത്. ശക്തിയും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു രാഷ്ട്രം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരു ഭാരതം. എന്നാൽ ആ ഭാരതത്തിന് നേർക്ക് പാകിസ്ഥാൻ നടത്തിയ ഏറ്റവും ഒടുവിലെ നെറുകേടിന്റെ പേരാണ് പഹൽഗാം ഭീകരാക്രമണം. എന്നാൽ അതിനെതിരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടി ഇന്ത്യയുടെ വിജയത്തിന്റെ സുവർണ ലിപികളിൽ എഴുതാൻ മാത്രം അന്തസ്സുറ്റതായിരുന്നു. അതിന്റെ തകർച്ചയിൽ നിന്ന് നിവർന്നു നിൽക്കാനായിട്ടില്ല എങ്കിലും പാകിസ്ഥാനികൾ അന്നു മുതൽ ഉറക്കെ കുരയ്ക്കുകയാണ് ഇന്ത്യയുടെ നേർക്കുനോക്കി. ഇന്ത്യൻ മണ്ണ് ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ അഭിമാനമാണ്. അതിൽ കണ്ണുവെച്ചുള്ള പുര ഇന്ത്യ പൊറുക്കില്ല എന്ന് താക്കീത് നൽകി നിൽക്കുമ്പോൾ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് സമ്മാനിച്ച ആർട്ട് ഓഫ് ട്രയംസ് എന്ന കലാസൃഷ്ടി ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത ഒന്നായി മാറിയിരിക്കുകയാണ്. ഒരു സാധാരണ നയതന്ത്ര സമ്മാനമായി അതിനെ കാണാനാവില്ല എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭൂപടമുള്ള കലാസൃഷ്ടിയാണ് യൂനുസ് പാക് സൈനികോദ്യോഗസ്ഥന് നൽകിയത്. ഈ സമ്മാനം ഒരു സാധാരണ നയതന്ത്ര പ്രതിനിധിക്കല്ല, മറിച്ച് പാകിസ്ഥാനിലെ ഉന്നത സൈനിക ജനറലിനാണ് യൂനുസ് നൽകിയത് എന്നതാണ് ശ്രദ്ധേയം. ഈ നടപടി ബോധപൂർവമാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്ന പലതരത്തിലുള്ള പ്രതീകാത്മക അർത്ഥങ്ങൾ ഓരോ പ്രവർത്തിക്കുമുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ ആരോപിക്കുന്നു. പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് നിശബ്ദ പിന്തുണ നൽകുന്നുവെന്നുള്ള സൂചനയാണിതെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളെ ബംഗ്ലാദേശ് അതിർത്തിക്കുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്ന തരത്തിലുള്ള ഭൂപടമാണ് ഇതിലുള്ളത്. ഇത് ആശങ്കാജനകമാണെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയെ ദുർബലപ്പെടുത്താനും 1971 വിഭജനത്തിന്റെ പഴയ മുറിവുകൾ ഉണർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാർ ആവാം ലക്ഷ്യം. 1971 പാകിസ്ഥാന്റെ സൈനിക പരാജയത്തെ പ്രതീകാത്മകമായി മായ്ച്ചുകളയാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പുതിയ പ്രത്യയശാസ്ത്രപരമായ പങ്കാളിത്തം ഉയർത്തിക്കാട്ടാനുമുള്ള ശ്രമമാണ് ഈ നീക്കമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ത്രിപുര, മിസോറാം അതിർത്തികളിലൂടെയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റത്തിൽ വർധനമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്താണ് ബംഗ്ലാദേശ് നീക്കം എന്നതും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശി ശൃംഖലകളിലൂടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന NGO-കൾക്ക് ഈ നുഴഞ്ഞുകയറ്റവുമായി ബന്ധമുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നു. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഇന്ത്യ തീവ്രവാദത്തിനെതിരെ ഒരു മൗനമാകുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. പത്താൻകോട്ടും, മുറിയും, പുൽവാമയും ഓർത്താൽ മതി ഓരോ തവണയും പാകിസ്ഥാൻ പിന്തുണയ്ക്കുള്ള ഭീകരതയ്ക്ക് മറുപടി നൽകിയത് നിർഭയമായ ഇന്ത്യൻ സൈന്യമാണ് എന്ന് ബോധ്യം വരാൻ. സർജിക്കൽ സ്ട്രൈക്ക്, എയർ സ്ട്രൈക്ക് എന്നതൊക്കെ വെറും സൈനിക നീക്കങ്ങൾ മാത്രമല്ല, അതൊരു സന്ദേശമാണ്. ഇന്ത്യ ഇനി മിണ്ടാതിരിക്കാൻ പോകുന്നില്ല എന്ന് ലോകത്തിന് മുന്നിൽ മോദി സർക്കാർ ശക്തമായി പ്രഖ്യാപിച്ച സന്ദേശം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മണ്ണ് മോഹിച്ചു വരുന്നത് ആരായാലും, അതിന് ചുക്കാൻ പിടിക്കുന്നത് ആരായാലും, അടക്കം ചെയ്യാനുള്ള 6 അടി മണ്ണ് സ്വന്തം രാജ്യത്ത് ഒരുക്കിയിട്ട് വരുന്നതാവും നല്ലത്. കാരണം ഇന്ത്യ ഭരിക്കുന്നത് മോദി എന്ന മനുഷ്യനാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച